ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം വെള്ളരിക്കയും കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചേനയും വെള്ളരിക്കയും തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. വെള്ളരിക്ക കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചേന കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിന്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. 3 വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി ഒരുപോലെ എല്ലാ ഭാഗവും റോസ്റ്റാക്കി എടുക്കണം. തേങ്ങ നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറായി ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി തന്നെ എടുക്കണം. തേങ്ങ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു മാറ്റി വെക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേന കഷ്ണങ്ങളാണ് വെന്ത് കിട്ടാൻ പ്രയാസമുള്ളത്. അപ്പോൾ ചേന കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിരുന്നോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി കുക്കറിലെ വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരപ്പ് കൂട്ടാം. അരച്ച് മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 2-3 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളൂ. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. താളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2-3 ഉണക്കമുളക് ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒന്ന് അടച്ചു വെക്കാം. തക്കാളിക്ക് പകരം വാളംപുളി വേണമെങ്കിലും ഈ കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചേനയും വെള്ളരിക്കയും ഉപയോഗിച്ചുണ്ടാക്കിയ തീയൽ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.